നമ്മൾ ഇന്ന് ഒരു യാത്ര പോകുകയാണ്. അധികമാരും കടന്നു ചെല്ലാത്ത, എന്നാൽ മനുഷ്യരാശിയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരിടത്തേക്ക്. ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും അതിർത്തിയിൽ മനോഹരമായ മലനിരകളും ഗ്രാമങ്ങളും ഒക്കെയുള്ള ശാന്തമായ ഒരിടം. പുറമെ നിന്ന് നോക്കിയാൽ മുന്തിരിത്തോട്ടങ്ങളും ചെറിയ വീടുകളും മാത്രം കാണാം. പക്ഷേ ഈ മണ്ണിൽ നിന്നും ഏകദേശം 100 മീറ്റർ, അതായത് ഒരു 30 നില കെട്ടിടത്തിന്റെ അത്രയും താഴ്ചയിലേക്ക് പോയാൽ അവിടെ മറ്റൊരു ലോകമുണ്ട്. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഭീകരമായ, ഏറ്റവും സങ്കീർണമായ ഒരു യന്ത്രം അവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അഥവാ LHC. സോൺ എന്നാണ് ഈ പരീക്ഷണശാലയെ അറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണ് ആരും കാണാത്ത ഭൂമിക്കടിയിൽ ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ആരാണ്? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്തിന്? നമ്മൾ മനുഷ്യർ പോലും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുവാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ശ്രമമാണിത്. ഇതിനെ ഒരു യന്ത്രം എന്നൊന്നും വിളിക്കുവാൻ പറ്റില്ല. 27 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ഭീമൻ ടണലാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 27 കിലോമീറ്റർ. ഈ ടണലിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, പ്രപഞ്ചത്തിലെ ഏറ്റവും ശൂന്യമായ സ്ഥലമാണിത്. വായു പോലുമില്ലാത്ത അവസ്ഥ. മാത്രമല്ല, ഇതിലെ ഊഷ്മാവ് -271 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ബഹിരാകാശത്തിനേക്കാൾ തണുപ്പാണ് ഈ ടണലിനുള്ളിൽ. അതിലൂടെയാണ് പ്രപഞ്ച രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കണികകൾ പാഞ്ഞു നടക്കുന്നത്. ഇനി നമുക്ക് ഇവിടത്തെ പരീക്ഷണങ്ങളിലേക്ക് വരാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, എല്ലാ വസ്തുക്കളും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ആറ്റങ്ങൾക്കുള്ളിൽ ന്യൂക്ലിയസും അതിനുള്ളിൽ പ്രോട്ടോണുകളുമുണ്ട്. ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ചെയ്യുന്നത് എന്തെന്നാൽ, ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത് അതിൽ നിന്നും ഇലക്ട്രോണുകളെ മാറ്റി ബാക്കിയുള്ള പ്രോട്ടോണുകളെ വേർതിരിക്കും. പിന്നീട് ഈ പ്രോട്ടോണുകളെ 27 കിലോമീറ്റർ നീളമുള്ള ടണലിലൂടെ 2 ദിശകളിലേക്കായി പായിക്കും. വെറുതെ പായിക്കുകയല്ല, പ്രകാശത്തിന്റെ തൊട്ടു താഴെ 99.9% വേഗതയിൽ. സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിന്റെ വേഗത എന്നോർക്കണം. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന വേഗതയിലാണ് ഇവ പായിക്കുന്നത്. ഈ പ്രോട്ടോണുകൾ ഒരു സെക്കൻഡിൽ ഈ 27 കിലോമീറ്റർ ടണലിലൂടെ 10,000 തവണ വലം വയ്ക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ വേഗത ഒന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ ഇതിലെ ഏറ്റവും വെല്ലുവിളി എന്താണെന്നറിയുമോ? ഇത്രയും വേഗതയിൽ പായുന്ന ഈ കണികകൾ പോകുന്ന പൈപ്പ് എത്ര ചെറുതാണെന്നറിയുമോ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു മുടിനാര് ഭൂമിയോളം വലുതാണെന്ന് കരുതുക. എങ്കിൽ അതിനുള്ളിലെ പ്രോട്ടീൻ വെറും ഒരു ഉപ്പുതരിയോളം മാത്രമേ വരൂ. അത്രയ്ക്കും സൂക്ഷ്മമായ, കണ്ണുകൾ കൊണ്ട് കാണുവാൻ പോലും കഴിയാത്ത കണികകളാണ് 27 കിലോമീറ്റർ നീളമുള്ള ടണലിലൂടെ കറങ്ങി കൃത്യമായ ഒരിടത്ത് വെച്ച് കൂട്ടിയിടിക്കുന്നത്. 2 സൂചികൾ 10 കിലോമീറ്റർ അപ്പുറേ നിന്ന് എറിഞ്ഞാൽ വായുവിൽ വെച്ച് തമ്മിൽ കൂട്ടിമുട്ടുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ പാടാണ് ഈ പണി. ഇതിനെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ കാന്തങ്ങളാണ്. ഈ കണികകൾ കൂട്ടിയിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്രപഞ്ചം ഉണ്ടായ ആദ്യ നിമിഷം ഉണ്ടാകുന്ന ചൂടും ഊർജവും ഇവിടെ പുനർസൃഷ്ടിക്കപ്പെടുകയാണ്. സൂര്യന്റെ കേന്ദ്രത്തെക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ചൂടാണ് ഇവിടെ ആ ചെറിയ ബിന്ദുവിൽ ഉണ്ടാകുക. ഈ കൂട്ടിയിടി കാണുവാൻ അവിടെ വലിയ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിലെ പോലെ ചെറിയ ക്യാമറകളല്ല, അറ്റ്ലാക്സ് എന്നൊക്കെ വിളിക്കുന്ന ഭീമൻ ഡിറ്റക്ടറുകളാണിത്. ഉദാഹരണത്തിന്, അറ്റ്ലാക്സ് എന്ന മെഷീന് 46 മീറ്റർ നീളവും 25 മീറ്റർ ഉയരവുമുണ്ട്. ഇതിൻ്റെ ഭാരമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം 7000 ടൺ. അതായത് പാരീസിലെ ഈഫൽ ടവറിൻ്റെ മുഴുവനും ഇരുമ്പിൻ്റെ അത്ര ഭാരം ഭൂമിക്കടിയിലിരിക്കുന്ന ഒറ്റ മെഷീനുണ്ട്. ഇത്രയും വലിയ സംവിധാനം എങ്ങനെയാണ് ഭൂമിക്കടിയിൽ എത്തിച്ചത് എന്ന് അത്ഭുതം തോന്നാം. ഒരു കുപ്പിയിൽ കപ്പൽ പണിയുന്നത് പോലെ ഓരോ ചെറിയ ഭാഗങ്ങളായി താഴെ എത്തിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഈ കൂട്ടിയിടിയിലൂടെ ശാസ്ത്രജ്ഞന്മാർ എന്താണ് തിരയുന്നത്? ഒന്ന്, ആൻറ്റിമാറ്റർ. പ്രപഞ്ചമുണ്ടായപ്പോൾ മാറ്ററും ആൻറ്റിമാറ്ററും തുല്യ അളവിലാണ് ഉണ്ടായതെന്നാണ് കണക്ക്. ഇവ തമ്മിൽ കൂട്ടുമുട്ടിയാൽ രണ്ടും നശിച്ച് ഊർജമാകും. അങ്ങനെയാണെങ്കിൽ നമ്മളാരും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇന്ന് പ്രപഞ്ചത്തിൽ ആൻറ്റിമാറ്റർ വളരെ കുറവാണ്. അതെവിടെ പോയി? നമ്മൾ എങ്ങനെ ബാക്കിയായി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് ഈ സോൺ. കൂടാതെ ഐൻസ്റ്റീൻ പറഞ്ഞ E=mc2 എന്ന തത്വം ഇവിടെ പ്രാവർത്തികമാകുന്നു. ഊർജം പിണ്ഡമായും പിണ്ഡം ഊർജമായും മാറുന്നു. ഇവിടെ കൂട്ടിയിടിയിലൂടെ ഉണ്ടാകുന്ന ഭീകരമായ ഊർജം ഘനീർഭവിച്ച് പുതിയ കണങ്ങളായി മാറുന്നു. അങ്ങനെയാണ് 2011 ഹിഗ്സ് ബോസോൺ അഥവാ ദൈവകണത്തെ നമ്മൾ കണ്ടെത്തിയത്. എന്താണ് ഈ ദൈവകണം? നമുക്ക് ലളിതമായി പറയാം. ഒരു വലിയ മുറിയിൽ നിറയെ ആളുകൾ നിൽക്കുന്നു എന്ന് കരുതുക.
അതാണ് ഹിറ്റ്സ് ഫീൽഡ്. അതിലേക്ക് പ്രശസ്തനായ ഒരു സിനിമാ താരം കടന്നു വരുന്നു. ഉടനെ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടും. അദ്ദേഹത്തിന് മുന്നോട്ട് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് അദ്ദേഹത്തിന് ഭാരം കൂടുന്നു. എന്നാൽ ആർക്കും അറിയാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ അയാൾക്ക് കൂട്ടത്തിലൂടെ എളുപ്പം നടന്നു പോകാം. അയാൾക്ക് ഭാരം കുറവായിരിക്കും. ഇതേപോലെ പ്രപഞ്ചത്തിലെ കണികൾക്ക് ഭാരം നൽകുന്നത് ഹിറ്റ്സ് ഫീൽഡാണ്. ഈ ഫീൽഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും പ്രകാശവേഗതയിൽ പാറി നടന്നേനെ. ആറ്റങ്ങൾ ഉണ്ടാകില്ല, നക്ഷത്രങ്ങൾ ഉണ്ടാകില്ല, എന്തിന് മനുഷ്യർ പോലും ഉണ്ടാകില്ല. ഈ ഹിറ്റ്സ് ഫീൽഡ് സത്യമാണെന്ന് തെളിയിച്ച കണികകളാണ് ഹിഗ്സ് ബോസോൺ. 50 വർഷത്തെ കാത്തിരിപ്പാണ് അന്ന് അവസാനിച്ചത്. ഇതൊക്കെ നടക്കുമ്പോൾ ഇടയ്ക്ക് പേടിപ്പിക്കുന്ന ഒരു വാർത്തയും വന്നിരുന്നു. 2008 ആ മിഷൻ ഓണാക്കിയപ്പോൾ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പേടിച്ചവരുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന കൂട്ടിയിടിയിൽ ഒരു തമോഗർത്തം അഥവാ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുമെന്നും അത് ഭൂമിയുടെ മുഴുവനും വിഴുങ്ങുമെന്നും ചിലവർ പറഞ്ഞു പരത്തി. എന്നാൽ സത്യം എന്താണ്? ഇവിടെ അതിസൂക്ഷ്മമായ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടായേക്കാം. പക്ഷേ അവ സെക്കൻഡിന്റെ കോടിയിലൊരംശം സമയം കൊണ്ടും ഇല്ലാതായി പോകും. സത്യത്തിൽ പ്രപഞ്ചത്തിൽ സ്വാഭാവികമായി തന്നെ നടക്കുന്ന കൂട്ടിയിടി കാരണം ഭൗമാന്തരീക്ഷത്തിൽ ദിനംപ്രതി ആയിരക്കണക്കിന് തവണ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോണിൽ നമ്മളത് നിയന്ത്രണമായ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പേടിക്കേണ്ടതായി ഒന്നുമില്ല. ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തി. പക്ഷേ അന്വേഷണങ്ങൾ അവിടെയും തീരുന്നില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് വെറും 5% കാര്യങ്ങൾ മാത്രമാണ്. ബാക്കി 95% ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിങ്ങനെ നമുക്കൊരു പിടുത്തവുമില്ലാത്ത കാര്യങ്ങളാണ്. ആകാശം നോക്കുമ്പോൾ കാണുന്ന ഗാലക്സികളും നക്ഷത്രങ്ങളും ചിതറിപ്പോകാതെ പിടിച്ചു നിർത്തുന്നത് ഈ അദൃശ്യ ശക്തികളാണ്. ഇത് കണ്ടെത്തുവാൻ ഇപ്പോഴുള്ള ലാർജ് ഹാർഡോൺ കോളേജിന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ശാസ്ത്രലോകം അടുത്ത വലിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഫ്യൂച്ചർ സർക്കുലർ കൊളൈഡർ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള 100 മീറ്റർ നീളമുള്ള ഒരു ഭീമൻ ടണൽ. 2040 ആകുമ്പോഴേക്കും ഇത് യാഥാർത്ഥ്യമായേക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലവർക്കെങ്കിലും തോന്നും, എന്തിനാണ് ഇതിനൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നത്? പട്ടിണിയും ദാരിദ്ര്യവും മാറ്റിയിട്ട് പോരെ ഈ ദൈവഗണത്തെ അന്വേഷിക്കൽ. പക്ഷേ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അഥവാ www. ജനിച്ചത് ഇവിടെയാണ്. സോണിലെ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർക്ക് തമ്മിൽ വിവരങ്ങൾ കൈമാറുവാൻ ടിം ബോർണോസ്-ലീ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചതാണ് അത്. ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? അതുപോലെ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടോൺ തെറാപ്പി, സ്കാനിംഗ് മെഷീനുകൾ, എയർപോർട്ടിലെ സ്കാനറുകൾ ഇവയെല്ലാം വികസിച്ചു വന്നത് ഇത്തരം കണിക പരീക്ഷണത്തിൽ നിന്നാണ്. നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ അത് അപ്പോൾ തന്നെ ലാഭം തരണമെന്നില്ല. പക്ഷേ ഭാവിയിൽ അത് മനുഷ്യരാശിയുടെ ഗതി തന്നെ മാറ്റിയേക്കാം. അവസാനമായി ഒരു കാര്യം കൂടി, നമ്മൾ മനുഷ്യർ എന്നും അന്വേഷകരാണ്. പണ്ട് നമ്മൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ആകാശം നോക്കി നടന്നു. പിന്നെ കടൽ കടന്നു, മല കയറി, ചന്ദ്രനിലും ചൊവ്വയിലും എത്തി. ഇപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് നോക്കുന്നു, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തേടി. നാളെ അന്യഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും വന്നു നോക്കിയാൽ നമ്മൾ വെറുതെ തിന്നും കുടിച്ചും മരിച്ചവരല്ല. മറിച്ച് നമ്മൾ ആരാണെന്നും എവിടെ നിന്നും വന്നവരാണെന്നും മനസ്സിലാക്കുവാൻ ചെറിയൊരു ആയുസിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടവരാണെന്ന് അവർ തിരിച്ചറിയും. ആ വലിയ അന്വേഷണത്തിൻ്റെയും മനുഷ്യന്റെ ബുദ്ധിയുടെയും അടയാളമാണ് ഈ സോൺ. നന്ദി.